الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى فأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صلى الله عليه وسلم. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നമ്മളെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മനുഷ്യന്മാർ പണത്തിനു വേണ്ടി വല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ സമകാലിക ജീവിതത്തിലുള്ളത്. ബാങ്കുകളിലും അതുപോലെ ATM കൗണ്ടറുകളിലുമൊക്കെ ക്യൂ നിൽക്കുകയാണ്. സ്വന്തം അധ്വാനിച്ച് നിക്ഷേപിച്ച പൈസ അവനവന്റെ ജീവിതാവശ്യത്തിന് ചെലവഴിക്കാനുള്ള അത്രയെങ്കിലും എടുക്കാൻ കിട്ടാത്ത ഒരു പ്രത്യേകമായ സാഹചര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മഹാ അത്ഭുതമാണ് ഇതാണ്. ഒരു ദിവസം പണത്തിന്റെ വാല്യൂ ഇല്ലാതാക്കാൻ സാധ്യത, മനുഷ്യന്മാരാകെ സ്തബ്ധരായി പോകുന്ന അവസ്ഥ. ഇത് യഥാർത്ഥത്തിൽ ആളുകളെയൊക്കെ വേദനയും ഞെട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതിനൊരു മറുവശമുണ്ട്. ഒരു നാട്ടിൽ കള്ളപ്പണം കൂടുകയും കള്ള കറൻസിയുടെ പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ അവിടുത്തെ സാമ്പത്തികമായ വളർച്ചയും ഒഴുക്കുമൊക്കെ തടസ്സപ്പെടുകയും കുറെ ആളുകളുടെ കയ്യിൽ കയ്യൂക്കുള്ളവരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരുമായ ആളുകളുടെ കയ്യിൽ സമ്പത്തൊക്കെ കൊടുക്കുകയും ചെയ്യും. ഇത് ചരിത്രാതീതം മുതലേ കാലം മുതലേ നടന്നു വരുന്ന സംഗതി. അത്തരക്കാരെ പിടിച്ചു കെട്ടാൻ പല നടപടികളും എല്ലാ ഭരണ സംവിധാനങ്ങളിലും പണ്ടുകാലത്ത് വെച്ചു. ആ നിലയ്ക്ക് കള്ളപ്പണവും
കള്ള കറൻസി ക്രയവിക്രയമൊക്കെ തടയാൻ ഒരു നല്ല പദ്ധതിയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നടപ്പിലാക്കിയപ്പോ, ആസൂത്രണമില്ലാതെ നടപ്പിലാക്കിയപ്പോ അതൊരു നാശം വിധിക്കുന്ന ഒരു സംഗതിയായി പോയി. മാത്രമല്ല, ഈ നടപ്പിലാക്കുന്ന സിസ്റ്റം കറപ്റ്റാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ ബന്ധപ്പെട്ട ആളുകളും അല്ലാത്ത ആളുകളൊക്കെ സ്വാധീനം ചെലുത്തി ഒരുപാട് കാശ് അടിച്ചു മാറ്റി എന്നുള്ളതാണ് പിടിക്കപ്പെടുന്ന കണക്കിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഏതൊരു സംഗതി നടപ്പിലാക്കുമ്പോഴും അത് നടപ്പിലാക്കുന്നവനും നടപ്പിലാക്കുന്ന ആളുകളും ആരുടെ മേലാണ് നടപ്പാക്കുന്നത് അവരുമൊക്കെ സത്യസന്ധമായി നീങ്ങുന്ന ഒരു ജീവിത രീതി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു തരത്തിലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇനി കള്ളപ്പണമൊക്കെ പിടിച്ച് തിരിച്ചൊന്നും വിചാരിക്കാം, ഒരു 4-5 മാസം കഴിയുമ്പോൾ ഈ പ്രയാസമൊക്കെ മാറിയിട്ട് പഴയതിന്റെ ഇരട്ടിയായിട്ട് വീട്ടിൽ തുടങ്ങും. യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇത് ചെയ്തത് കൊണ്ട് ആളുകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് കുറെ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇതൊരു വളരെ വലിയ ദുര്യോഗമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടലിൽ ഭക്ഷണം ചെല്ലുമ്പോൾ സീമാന്തരയിൽ നിന്നുള്ള കുറെ കായിക താരങ്ങൾ ഉച്ചയ്ക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ പരിശീലനം കഴിഞ്ഞിട്ട് അവിടെ വന്നു. ഊണ് ചോദിച്ചു. 2000 നോട്ടാണ്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ആ ഹോട്ടലുകാരെ പറഞ്ഞു ചില്ലറില്ല. അപ്പൊ കുട്ടികൾ ചോദിച്ചു പഴയതുണ്ടെടുക്കും. ഇല്ലാന്ന് പറഞ്ഞു. കുറെ നേരം അവിടെ അവർ നിന്നിട്ട് വിശന്ന് പിരിഞ്ഞു വരുന്നവരെ ഇറങ്ങി ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നത് കാണണ്ടേ. അവനവന് സമ്പാദിച്ചത് ഉപയോഗപ്രദമല്ലാത്ത, പ്രയോജനപ്രദമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നത് വലിയൊരു ദുര്യോഗം തന്നെയാണ്. സാധാരണ നിത്യജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ്. എല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് നമുക്ക് പ്രയോജനപ്പെടാതെ പോവുക, അതിങ്ങനെ കടലാസിന്റെ വില കൈ പിടിച്ച് നിൽക്കുക. ഇനി ആ കടലാസ് പോലും പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ ഇത് സഹായകമാണ്. അതുകൊണ്ടാണ് ഈ സമകാലിക വിഷയം എടുത്തു പറഞ്ഞത്. കൃത്യമായും പഠിച്ച തമ്പുരാൻ ചില സംഗതികൾ. എന്തുകൊണ്ടാണ് ഒരു ജനതയുടെ മുകളിൽ ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ, അതായത് അസാധുവാക്കൽ നടപടി മറ്റത് നടത്തേണ്ടി വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഒരുപാട് സംഗതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ജീവിതത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ തെറ്റായ വീക്ഷണത്തിലുണ്ടാകുന്ന നടപടിക്രമങ്ങളാണ്. പിന്നെ നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ ഈ ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുഴുവൻ ബ്രിട്ടീഷുകാരുടെ അസസി കള്ളനാണ് എന്ന ധാരണയിലാണ് നിയമം ഉണ്ടാക്കുന്നത്. നികുതിദായകൻ കള്ളം പറയും, അവൻ സത്യം പറയില്ല. അതുകൊണ്ട് ടാക്സ് ഇത്ര ശതമാനം വേണമെന്ന് നേരത്തെ കണക്കാക്കി. ഇത് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലൊക്കെ തുടങ്ങിയത് ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അസസി ഒരിക്കലും സത്യം പറയില്ല. അതുകൊണ്ട് നിങ്ങൾ സെയിൽ ടാക്സ് എഴുതണമെങ്കിൽ മുഴുവനും സെയിൽ എഴുതിയാൽ ആ കച്ചവടത്തിൽ കിട്ടിയ മുഴുവൻ കൊടുക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 20% 25% എഴുതുള്ളൂ. കാരണം അവിടെ ഇരിക്കണമെന്ന് അറിയാം. ഇത് എഴുതിക്കൊണ്ടുവരണത് കൃത്യമായി എഴുതിക്കൊണ്ടു കഴിഞ്ഞാലോ പ്രശ്നമാവുകയും ചെയ്യും. അപ്പൊ അവിടെയൊക്കെ ലൂപ്പ് ഹോളുണ്ട്. ഇവൻ കൊണ്ടുവരുന്ന കള്ളക്കണക്കാണ്, അത് പാസ്സാക്കാൻ ഇത് കിട്ടണം. അപ്പോ മറ്റൊന്നും പ്രശ്നമില്ല, കൊണ്ടുപോണവന് പ്രശ്നമില്ല. കാരണം കള്ളക്കണക്കാണല്ലോ, അവനും അറിയാം മറ്റൊന്നും അറിയാം. അപ്പൊ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് ശരിക്കും നടത്തുന്ന ഒരു തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ ഈ ആധുനിക ലോകത്തെ ഈ വക ഏർപ്പാടുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. സത്യസന്ധത എന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ള ഒരു കളിയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് മനസ്സും ജീവിതവും ഉയർന്നെങ്കിലേ ഈ വക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറേ അസാധുവാക്കും, കുറച്ച് പുതിയതിറക്കും, പിന്നെ കുറച്ച് പേര് കഴിയുമ്പോൾ പഴയതാവും, വീണ്ടും അസാധാക്കും. നോട്ടുകളെല്ലാം അവിടെ ബാങ്കിൽ വന്ന് കൊണ്ടുകൂടിയാൽ എന്താ ചെയ്യാൻ പറ്റുക? മിനിമം അവർക്ക് ചെറിയ പലിശ കൊടുക്കണം, സാധാരണക്കാരൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ വീണ്ടും വലിയ കോർപ്പറേറ്റ് ഭീമം പറഞ്ഞത് കുറെ കഴിയുമ്പോൾ എഴുതിത്തുള്ളൂ, കള്ളേടി വരും. ഇങ്ങനെ പിടിച്ചു വാങ്ങലും എഴുത്തുള്ളലും ഒക്കെ ആയിട്ടുള്ള ഒരു കളിയായിട്ട് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം ഇത് പടച്ച തമ്പുരാൻ നിശ്ചയിച്ച വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടാകുന്ന ഒരുതരം ശിക്ഷയോ ശാപമോ ആയിട്ട് അങ്ങനെ നീങ്ങും. ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് അത് അവരുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ദേശം കടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കാം, നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ വിട്ടുകൊടുക്കില്ല. ഈ ജീവിതത്തിന്റെ വിഭവങ്ങളുടെ ഉടമസ്ഥൻ അള്ളയാണ്. പണത്തിന്റെ, നമ്മളുണ്ടാക്കുന്ന പണത്തിന്റെ യഥാർത്ഥ ഉടമ അള്ളയാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വിഭവങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതും അവന്റെ കദർ, അവന്റെ നിശ്ചയമാണ്. അതിന്റെ ഓണർഷിപ്പ് അവനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവന്റെയും ഓണർഷിപ്പ് അവനാണെന്ന് ഒരുപാട് പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ആയത്തുകൾ, ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആയത്തുകൾ അങ്ങനെ അല്ലാഹു തആല. ഈ മനുഷ്യന്മാർക്ക് വിഭവങ്ങൾ അല്ലാഹു തആല ഒരുക്കിയപ്പോ നേരത്തെ ആദമിനെ പറഞ്ഞേക്കുമ്പോൾ തന്നെ പറഞ്ഞു, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതഉൻ ഇലാ ഹീൻ. നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരെ അവിടെ ജീവിത വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിതരണം ചെയ്യും. ആ വിഭവ വിതരണത്തിൽ അല്ലാഹു തആല മനപൂർവ്വം ഏറ്റക്കുറച്ചിലുണ്ടാക്കിയിരിക്കുന്നു. വളരെ ബോധപൂർവ്വം, അല്ലാഹു യാദൃച്ഛികം എന്നുള്ളതില്ല. പഠിച്ചോണ്ടൊന്നും മറന്നോണ പ്രശ്നമല്ല. എല്ലാത്തരം വിഭവങ്ങളിലും ഏറ്റക്കുറച്ചിൽ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധി, ശരീരം, പണം, ആൾ സ്വാധീനം, അതുപോലെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഏറ്റക്കുറച്ചിൽ കാണാൻ നമുക്ക് സാധിക്കും. അതിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ, അവലം യറൗ അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അവർ കാണുന്നില്ലേ, നിങ്ങൾ നോക്കി കാണും, മനസ്സിലാക്കുന്നില്ലേ? ചില ആളുകൾക്ക് ജീവിത വിഭവങ്ങൾ അല്ലാഹു തആല വളരെ വിശാലമാക്കും. ചില ആളുകൾക്ക് വളരെ കൃത്യമായി കണക്കിൽ യഖ്ദിർ കൊടുക്കുമെന്നല്ല, വളരെ ഞെരുക്കമുള്ള നിലയിൽ വളരെ അത്യാവശ്യമായത് മാത്രമേ ഉള്ളൂ. ഇന്ന ഫീ ദാലിക ലആയാതിൽ ഖൗമി യുഅ്മിനൂൻ. നാം പറയുന്നത് വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതിലൊരു ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്. ഇതൊക്കെ ഒരു ഉദ്ദേശാർത്ഥമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഒരുപാട് ആളുകൾക്ക് ഇല്ലാതിരിക്കുകയും കുറെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ്. അപ്പൊ അതുകൊണ്ട് കുറെ ആളുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കള്, അഗതികള്, വഴിയാധാരമായ ആളുകൾ, തെരുവിന്റെ മക്കൾ, ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് ഇവിടെ. അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അത് അവന്റെ ഇബാദത്തായി തീരുമാനിച്ചിരിക്കുന്നു. അതായത് അതാണ് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്നവർക്ക് ഉത്തമമായത്. അത്തരം ആളുകൾ മാത്രമാണ് വിജയിക്കുക. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ധനം ലഭ്യമായത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്ന ആളുകളാണ് വിജയിക്കുക. വളരെ കൃത്യമായി പ്രവാചകരുടെ നീ പ്രഖ്യാപിക്കണം, ആമനു, അതായത് എന്റെ വിശ്വസ്തരായ, എന്നിൽ വിശ്വസിക്കുന്ന അടിമകളോട് നീ പറഞ്ഞു കൊടുക്കണം, അവർ നമസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ രഹസ്യമായും പരസ്യമായും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം. എടുത്തു പറഞ്ഞു, അവർ തെറ്റിദ്ധരിക്കണ്ട, അത് അവരുടേതാണ്. നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യണം. അവർക്കൊരു ദിനം വരാനുണ്ട്, ഒരു ക്രയവിക്രയവും നടക്കില്ല. അവരുടെ പണം കൊണ്ട് ഒരു ക്രയവിക്രയവും നടക്കാത്തൊരു ദിനം വരും. അന്ന് അവർക്കൊരു ചങ്ങാത്തവും കിട്ടുകയില്ല. അവരുടെ പണത്തെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമാക്കിയ ആ സമയത്ത് അവർ രക്ഷിക്കാൻ വളരെ കൃത്യമായ ഒരു സംഗതിയാണ് പറയുന്നത്. ധനം കൊണ്ട് ക്രയവിക്രയം നടക്കാത്ത ഒരു കാലം. ഇപ്പോ നശിക്കുന്നതിന് മുമ്പ് തന്നെ ധനം കൊണ്ട് ക്രയവിക്രയം നടക്കാത്ത ഒരവസ്ഥ നമുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്, അവന് യാതൊരു പ്രയോജനം ചെയ്യാത്തൊരു ദിവസമുണ്ട്. പണം യാതൊരു പ്രയോജനം ചെയ്യാത്തൊരു, അവൻ നശിക്കുന്നു. അവൻ നശിക്കുമ്പോഴല്ല, അവന്റെ റൂഹ് പിടിച്ചുപോയാൽ പിന്നെ അവന്റെ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ റൂഹ് പിടിക്കാതെ തന്നെ സമ്പത്ത് കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ കുറച്ച് ലൂപ്പുകളുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുകയാണ്, ചില സംഗതികൾ, ഏർപ്പാടുകൾ, ചില ഇളവുകളൊക്കെ പ്രഖ്യാപിച്ച് രക്ഷപ്പെടാം. അവിടെ ജീവനും കൂടെ ഇല്ല, അവിടെ സിസ്റ്റവും ഇല്ല,
ഇതുപോലുള്ള ഏർപ്പാടും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. ഇത് വലിയ താക്കീതാണ്. അതുകൊണ്ട് ആമിനൂ ബില്ലാഹി വ റസൂലിഹി വ അൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. നിങ്ങളായി പറഞ്ഞതിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ റസൂലിലും വിശ്വസിക്കൂ. എന്നിട്ട് നിങ്ങളെ ഏതൊരു ധനത്തിലാണ് അള്ളാഹു പ്രതിനിധിയാക്കിയിരിക്കുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ചെലവായിരുന്നു. വല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഇതനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്താൽ അവന് മഹത്തായ പ്രതിഫലമുണ്ട്. പ്രതിഫലം എന്തിനാണ് വാഗ്ദാനം ചെയ്യുന്നത്? അതുപോലെ വേറെ സ്ഥലത്ത് പറയും, വമാ അൻഫഖൂ മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. ആരെന്ത് ചെലവഴിച്ചാലും മടക്കി തരുന്നതാണ്. രണ്ട് വാഗ്ദാനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് പണം. അത് നിങ്ങൾ അവന്റെ നിർദ്ദേശം അനുസരിച്ച് ചെലവഴിക്കണം. നിങ്ങളൊന്നും എടുക്കേണ്ടതല്ലോ, നിങ്ങളെ ആവശ്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ അത് കെട്ടിപ്പൂട്ടി വെക്കാനോ പൂട്ടി വെക്കാനോ അമിതമായി ശേഖരിച്ചു വെക്കാനോ ശ്രമിക്കരുത്. ഇവിടെ ഇതാ പ്രശ്നം. പണം ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കാൻ, എന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും വസ്തുക്കളുമായി ഈ രാജ്യം നിറഞ്ഞു നിൽക്കണം എന്നാഗ്രഹിക്കുന്ന അല്പബുദ്ധികളായ മനുഷ്യന്മാർ, നമ്മളിപ്പോ കോർപ്പറേറ്റ് ഭീമന്മാരെന്നേക്കാൾ പേര് വിളിക്കും. അവരെടുത്ത് ഈ ശ്വാസം പോയാൽ പിന്നെ യാതൊരു വിലയില്ല. നമ്മളെ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ചില ആളുകളൊക്കെ ഒരുപാട് കൂട്ടിവെച്ചിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ ഈ ലോകത്ത് ഞങ്ങൾ പോയി. ആ കാശ് എന്ത് ചെയ്യണം, സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണം എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള അവസരം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല, ചരിത്രാതീത കാലം മുതലേ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. പണത്തിന് വേണ്ടി ഓടുന്നു, അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു ഒക്കെ അതിനിടയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ഓടുന്നത് നീ ഉണ്ടാക്കിയതിന് വേണ്ടിയല്ല, നാം ഉണ്ടാക്കി വെച്ചത് അതിന്റെ ഇടയിലാണ് നീ ഓടുന്നത്. അവിടെ അത്ര വലിയ ബേജാറിൽ ഓടേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. അത് നാം എത്തിച്ചേരും. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം ജീവിക്കുന്നവന് കാര്യങ്ങൾ കൂട്ടി ഒരുക്കി അവന്റെ അടുത്ത് എത്തിക്കുന്നു. ഭൗതിക ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അവന്റെ കാലടിയിലാണ് നമുക്ക് കൊടുക്കുന്നത്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ തവക്കൽ ചെയ്യുന്ന, അവനോട് തവക്കൽ ചെയ്യുന്ന, പരലോക ലക്ഷ്യം വെക്കുന്ന സത്യവിശ്വാസികൾക്ക് ചാൻസ് അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തോളും. പക്ഷെ അതിപ്പോ അള്ളാഹ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് കുത്തിയിരിക്കാൻ പറ്റില്ലല്ലോ മൗലവി. അതുകൊണ്ട് ഞാൻ ഓടുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആദ്യം ഒന്ന് വിശ്വസിച്ചെങ്കിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. വിശ്വാസമല്ല, അതുകൊണ്ട് ഓട് തന്നെ ലോകം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ക്യൂകൾ ഉണ്ടാവും, അവിടെ കുഴഞ്ഞു വീഴുണ്ടാവും, വൈക്കലുകൾ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം ഇത് ഈ പ്രകൃതിക്ക് വിരുദ്ധമായ സംവിധാനങ്ങളിലൂടെ മനുഷ്യൻ പോകുന്നത് കൊണ്ടാണ്. ചെലവഴിക്കുമ്പോൾ മനപ്രയാസം ഉണ്ടാവും. മനുഷ്യന് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ചെലവായി പോയി കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. അങ്ങനെ പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് വഹിച്ചു. 100 രൂപ കയ്യിലുള്ളവൻ ഒരു 10 രൂപ സദഖ കൊടുത്തു, 90 രൂപ അവൻ ചെലവഴിച്ചു. അല്ലാഹുവിന്റെ കണക്കിൽ ആ 10 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അനന്തമായ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആ 90 രൂപയ്ക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. അവൻ അത് വാങ്ങി ഇത് വാങ്ങിയുടെ കഴിഞ്ഞു. 10 രൂപ അവൻ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ അത് അവിടെ കണക്കായി. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നേരത്തെ ചെയ്തുകൊണ്ട് അയച്ചാൽ അതെല്ലാം നാം ഇവിടെ രേഖപ്പെടുത്തി വെക്കും. എല്ലാ നാളും എല്ലാം ഇവിടെ കൃത്യമായി ഉണ്ടാവും. അതൊക്കെ നാം തിരിച്ചറിയിക്കും. ദുന്യാവിൽ തരും ആഖിറത്തിൽ തരുന്നതാണ്. പക്ഷെ അങ്ങനെ അവർ ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരുപാട് ആളുകൾ ഈ കറൻസി മാത്രം സൂക്ഷിച്ചു വെക്കുന്ന ആളുകളൊക്കെ മാത്രമല്ല, ലോക്കലുകളിൽ 200, 300, 400 ഭവനൊക്കെ വെച്ച് സക്കാത്ത് കൊടുക്കല്ലേ മൗലവി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ സക്കാത്ത് കൊടുത്തുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പണം, അതുപോലെ തന്നെ പണത്തിന്റെ അതേ വാല്യുള്ള ഭൂമി ആയാലും സ്വർണമായാലും ഇങ്ങനെ വാങ്ങിയിട്ട് കെട്ടിപ്പൂട്ടി വെക്കാനുള്ള ഏർപ്പാടല്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ക്രയവിക്രയം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ 500 രൂപ എന്റെ മോളെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ 200 ഭവനുണ്ടാക്കി ലോക്കർ വെച്ച് കൂട്ടി താക്കോലിട്ട് നാളെ വരുട്ടോ ഒരാളിന്റെ കയ്യിൽ ഇത്ര അധികം സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ നിയമം എടുക്കുന്നുണ്ട്. അത് ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഇതിൽ തന്നെ നിയമമുണ്ട്. അത് ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത്രയിലധികം സ്വർണ്ണമുള്ളവൻ
അതൊക്കെ സർക്കാരിന്റെ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ലോക്കറുകളോടാണ് പോകും. അതൊന്നും സൂക്ഷിച്ചോളൂ. അതുപോലെ ഭൂപരിധി നമുക്കറിയില്ലേ, ഭൂപരിധി നിയമമുണ്ട്, ഇനിയും വരും. അതുപോലെ വലിയ വലിയ ഫ്ലാറ്റുകൾ കെട്ടണ്ടെന്ന് പറയുന്നത് അതിനൊക്കെ അവകാശികളുള്ളത് കൊടുക്കാതെ ചെയ്ത് കൂട്ടുന്ന ആളുകളാണ്. നമ്മളിവിടെയുള്ള ചുറ്റുപാടിലുള്ള ആളുകളുടെ ജക്കാത്ത് മര്യാദ പിടിച്ചിട്ട് ഇവിടെ ആർക്കെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാതെ ഉണ്ടാവും, ആരെങ്കിലും കക്കൂസില്ലാത്ത ഏതെങ്കിലും വീടുണ്ടാവും, ഇവിടെ ഉണ്ടാവില്ല, ആരെങ്കിലും പട്ടിണ പോവില്ല. അപ്പോ കുറച്ചിങ്ങനെ ജക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു നാടിന്റെ സാമ്പത്തികമായ നില പരിഗണിച്ചുകൊണ്ട് ആവശ്യങ്ങൾ നേടാൻ വേണ്ടി പൂർണ്ണമായും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് പിരിച്ചെടുത്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഈ സമുദായത്തിന് ആഗോളാടിസ്ഥാനത്തിൽ എത്രമാത്രം സമ്പത്തുള്ളത്, ഒരുപാട് സമ്പത്ത് കൂടിയോണ്ടാണല്ലോ ഒരുപാട് തോക്കും മറ്റതൊക്കെ വാങ്ങിയിട്ട് അടിച്ച് പൊട്ടിച്ച് ആളെ കൊന്ന് ഗുരുമാലുണ്ടാക്കി നടക്കുന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ ഈ ആഗോളാടിസ്ഥാനത്തിൽ നമ്മള് റോഹിംഗ്യ മുസ്ലിങ്ങളെ കുറിച്ച് കരയുന്നു, സിറിയയെ കുറിച്ച് കരയുന്നു, ഫലസ്തീനെ കുറിച്ച് കരയുന്നു. ആ കരയുമ്പോ അതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് സത്യവിശ്വാസം സ്വീകരിച്ച ഈ ആളുകൾ ഇത്ര ദുരൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നത്? ആ പഴയ പടച്ചോൻ തന്നെയാണല്ലോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. വേദനയും പ്രയാസവും അറിയുന്ന കാരുണ്യവാനായ തമ്പുരാൻ തന്നെയാണല്ലോ ജീവിച്ചിരിക്കുന്നത്. അപ്പോ വളരെ ഗൗരവം നമ്മൾ നമ്മുടെ ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നാലെ പോയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് തരം പരീക്ഷണങ്ങൾ വരുന്ന കൂട്ടത്തിൽ ഇതും വരുന്നതാണ്. ഈ ചെലവഴിക്കൽ സന്മാർഗത്തിന് ഉപാധിയായി വെച്ചിരിക്കുന്നു. സന്മാർഗം മര്യാദ സന്മാർഗം ലഭിക്കണമെങ്കിൽ ഒരു സംശയമല്ല, ഇത് സന്മാർഗമുണ്ട്. അദൃശ്യമായ അല്ലാഹ് എന്ന യാഥാർത്ഥ്യത്തിൽ അല്ലാഹ് പറഞ്ഞതിലൊക്കെ വിശ്വസിക്കും. എന്നിട്ട് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആ വിനയം ആദ്യം കാണിക്കുന്ന നമസ്കാരവും പരസ്യമായി തന്നെ നിർവഹിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതെന്ന് ചെലവഴിക്കുകയും വേണം. അതിന് കൃത്യമായ കണക്കും ഏർപ്പാടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെലവഴിക്കണം. ചെലവഴിച്ചില്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നതാണ്. ഈ ചെലവഴിക്കൽ യഥാർത്ഥത്തിൽ മനുഷ്യന് നേരെ കാര്യങ്ങൾ ചെയ്യാനും വളരെ അത്യാവശ്യമാണ്. ഈ ഒരു മഹാതത്വം, ഈ തത്വം പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുള്ള ഒരു പതിവ് ശൈലിയുണ്ട്. പ്രകൃതിയിൽ കാണുന്ന പ്രകൃതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് മനുഷ്യന്റെ ശ്രദ്ധയെ അങ്ങനെ ആകർഷിക്കും. അവിടെയാണ് സൂറത്തിലെ ഇരുൾ മൂടുന്ന രാവുകൾ കാണുന്നില്ലേ, അതിന്റെ ഒരു സ്വഭാവം. പ്രക്ഷോഭിതമായ പകലിനങ്ങൾ കാണുന്നില്ലേ, രണ്ട് രീതി. പകലിനൊരു പെരുമാറ്റം, രാത്രിക്കൊരു പെരുമാറ്റം. അതുപോലെ തന്നെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടി വൈഭവത്തെയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതൊക്കെ നാം വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ഏർപ്പാടുകളിലൂടെ സൃഷ്ടിച്ചതാണ്. അതുപോലെ ജീവിതത്തിന്റെ രണ്ട് വഴികളുണ്ട്. ആ വഴികളും നാം ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഉയർന്ന് തെളിഞ്ഞ രണ്ട് വഴികൾ, വിനയത്തിന്റെ അംഗീകാരത്തിന്റെ സത്യവിശ്വാസത്തിന്റെ വഴി, അല്ല പൊങ്ങച്ചത്തിന്റെ അഹങ്കാരത്തിന്റെ താൻ പോരുമയുടെ വഴി. അതാ പറയുന്നത്. അതായത് ആദ്യം പറഞ്ഞതാ നാം നൽകിയത് കൊടുക്കാൻ പറഞ്ഞത്. അതുപോലെ കൊടുക്കുന്നവൻ, ആരെങ്കിലും നൽകിയാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായാൽ അതിൽ സൂക്ഷ്മത പാലിച്ചാൽ ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുകയും ചെയ്താൽ, എന്നുവെച്ചാൽ പ്രയോഗത്തിൽ വരുത്തി സത്യപ്പെടുത്തണമെന്നാണ്. ചെയ്താൽ അവന്റെ ജീവിതത്തിന്റെ മാർഗം നാം സുഗമമാക്കി കൊടുക്കും. അപ്പൊ ജീവിതത്തിന്റെ മാർഗം സുഗമമാക്കുന്നതിന് അനിവാര്യമായി ആദ്യം പറഞ്ഞ സംഗതി അല്ലാഹു നൽകിയതിൽ നിന്ന് കൃത്യവും പൂർണ്ണവും അല്ലാഹുവിൻ തൃപ്തിയും അനുസരിച്ച് ചെലവഴിക്കുക എന്നതാണ്. അല്ലാതെ നടക്കാം, വിശ്വസിക്കാൻ നടക്കണം. അത്തരം ആളുകൾ ആരെങ്കിലും പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത, ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഞാൻ നോക്കിക്കൊള്ളാമെന്നുള്ള നിലയിൽ സ്വയം പര്യാപ്തത വിഷമത്തിലേക്ക് നാം എളുപ്പമാക്കി കൊടുക്കുന്നു, പ്രയാസത്തിലേക്ക് നാം ജീവിതത്തിന്റെ വഴി പ്രയാസകരമാക്കി മാറ്റും, എളുപ്പം തട്ടി കൊടുക്കുക. ഇതല്ല പറഞ്ഞതാ. ഇനി നോന്ന് ജീവിതം പരിശോധിച്ചു, ആഗോളാടിസ്ഥാനത്തിൽ ജീവിതം പരിശോധിച്ചു.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ സംഗതികൾ നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഉത്കൃഷ്ട നടപടികൾ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവന് ആശ്വാസത്തിന്റെ ജീവിത വഴിത്താരെ നാം വെട്ടി തെളിച്ചു കൊടുക്കും. മറിച്ച് ഒരുപാട് പ്രാവശ്യം അത് നമ്മൾ ഓതി പോകാറുണ്ടല്ലോ. പ്രായോഗിക ജീവിതത്തിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ജീവിതത്തിന്റെ വിഷമങ്ങളായ പ്രയാസങ്ങളിലേക്ക് തള്ളുന്നതിനാൽ ജീവിത മേഖലയെ പ്രയാസങ്ങളിലേക്ക് കൂടി തടിക്കും എന്നുള്ള ആശ്വാസത്തോടെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. നമ്മളെ ബാധ്യതയാണെന്ന് പറഞ്ഞു. അതായത് അതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. എല്ലാം പണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രാവശ്യം. അവൻ നശിക്കുമ്പോൾ അവന്റെ പണം അവന് പ്രയോജനം ചെയ്യുകയില്ല. നിന്റെ ശ്വാസം അവസാനിച്ചാൽ നീ ഉണ്ടാക്കിയതൊന്നും ഒരു പ്രയോജനം ചെയ്യില്ല. ഇവിടെ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത് വെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസ്ഥ ഉള്ളപ്പോ ഇനി വിശദീകരിക്കാതെ തന്നെ ആളുകൾ മനസ്സിലാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇനി അവസാനിച്ചു പോയാൽ യാതൊന്നും നിനക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ അവിടേക്ക് എന്റെ കൈവശങ്ങളാണ്. ഈ ലോകവും പരലോകവും നമ്മുടെ അധീനത്തിൽ തന്നെയാണുള്ളത്. പാന്തർക്കും നാണം പലവ പറഞ്ഞാൽ കേൾക്കാതെ വന്നാൽ കത്തിയാടുന്നൊരു നരകണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് താക്കീതാണ്, നേരിട്ട് താക്കീതാണ്. പാന്തർക്കും നാണം പലവ. ഇതൊന്നും കേൾക്കാതെ ജീവിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ കത്തിയാടുന്ന നരകം അവിടെ ഒരുക്കി വെച്ചുകൊണ്ടിട്ടുണ്ട്. അതായത് അങ്ങേറ്റത്തെ നീ നിർഭാഗ്യവാൻ. എങ്ങനെയാണ് നിർഭാഗ്യവാനാകുന്നത്? അതായത് ഇതൊക്കെ നിഷേധിച്ച് ജീവിച്ചവൻ അങ്ങേറ്റം നിർഭാഗ്യവാൻ. അവനെയാണ് അതിൽ പ്രവേശിപ്പിക്കുക. എടുത്തു പറയാം. അതായത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നിർത്തുന്നത് അതായത് അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു പരിശുദ്ധ നേടാൻ വേണ്ടി അവന്റെ സ്വത്ത്, അവന്റെ മാല് ചെലവഴിച്ചവനെ അതിൽ നിന്ന് നാം അകറ്റി നിർത്തും. അവനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പ്രത്യുപകാരം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും ആരുണ്ടാവില്ല. അതായത് അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഒരു പ്രതിഫലവും അവരിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കാത്തൊരു മാനസികാവസ്ഥ ഉള്ളവൻ ഉന്നതനായ സത്യവിശ്വാസിയായിരിക്കും. അവന്റെ ഉദ്ദേശം, ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്. ഞാൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, ഈ സ്വത്തൊക്കെ പടച്ചവനിൽ തന്നാണ്, ഇതിന്റെ സൂക്ഷിപ്പുകാരനാണ്, ഞാൻ ഇത് മുടക്കിയിട്ട് ഇവിടെ എന്റെ ഡ്യൂട്ടി നിർവഹിച്ച് തിരിച്ചു പോകും, അതെല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ്, എന്നിട്ട് എനിക്ക് നിശ്ചയിച്ച പ്രതിഫലം നേടിയെടുക്കും എന്ന ഒരു ബോധം ഫലസൗഫിറുള്ള ഉടനെ തന്നെ അവനെ നാം സംതൃപ്തനാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെയുള്ള മനസ്സുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുത്തി ജീവിച്ച് വിജയിക്കാൻ കാരുണ്യവാനായ കബൂലാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي لنا كما ثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത്. വളരെ ഗൗരവമാണ് വിഷയം. നമ്മൾ സാധാരണ നിലയിൽ കണക്കാക്കുന്നത് പോലെയല്ല. ഒന്നുമില്ലാത്ത ആരും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ശാരീരികമായ ആഫിയത്തുള്ളവന് അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കാം, ബൗദ്ധികമായ കഴിവുള്ളവന് അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കാം, പണപരമായ കഴിവുള്ളവർ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും. ഇവിടെ അല്ലാഹുവിന്റെ തൃപ്തി എന്ന് വരുമ്പോൾ അസൂയ, പക, വിദ്വേഷം, ആർത്തി ഇതെല്ലാം ഇല്ലാതെ പോകും. അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടിപ്പിടിക്കണം, അധികാരം എനിക്ക് തന്നെ വേണം, പണം എൻ്റെ അടുത്ത് തന്നെ വേണം, എന്റെ കമ്പനിയാണ് ഇവിടെ ഏറ്റവും വലുതായിരിക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു തരം മാനസിക രോഗമാണ്, ഒരു സംശയമില്ല.
എന്റെ വീട്ടിലെ മതില് വലിയ മറ്റൊന്റെ മതിലിനേക്കാൾ വലിയ രണ്ടപ്പുറത്തുപ്പുറത്തും 2 കാർഷത്തിൽ വലിയ വണ്ടി വേണം എന്നൊക്കെ വിചാരിക്കുന്നത് മാനസിക രോഗമാണ്. അത് നല്ല ഒരു ഹെൽത്തി മൈൻഡിന്റെ ആളാണ്, അങ്ങനെ ചിന്തിക്കില്ല. അതുപോലെ ഈ ആർഭാടത്തിന്റെ ഭ്രാന്തല്ലേ, പ്രൗഢഗംഭീരം എന്നൊക്കെ പറയുന്നത്, അത് പ്രൗഢഗംഭീരമല്ല, നല്ല മാനസിക രോഗികളാണ്. അല്ല, 1ാം ക്ലാസ് മാനസിക രോഗികളാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ അങ്ങനെയാണ്. അതിലേക്ക് ഫസാദഹുമുല്ലാഹു മർവാ, അത് അവരാ രോഗം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തോണ്ടേയിരിക്കുന്നു. വിടൂല. അതൊന്ന് വിട്ടിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലാഹ് എന്നൊരു യാഥാർത്ഥ്യം ചിന്തിക്കുമ്പോൾ പിന്നെ അവനെയാണെങ്കിലും പിന്നെ അവന്റെ നെയ്മും ഫെയിമും ഒക്കെ ഇവിടെയല്ല, അവിടെ ആകാശത്തിൽ മലക്കുകൾ, സിംഹാസനം ചേർക്കുന്ന മലക്കുകൾ. അത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട പത്രത്തിൽ പേര് വരുന്നതാണോ, അർശിലെ സിംഹാസനം ചുമക്കുന്ന മലക്കുകൾ അല്ലാഹുവിനോട് നമ്മുടെ പേര് പറയുന്നതാണോ ഉത്തമം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈമാൻ വേണം. രക്ഷപ്പെടുന്നു. പത്രത്തിൽ ടിവിയിലൊക്കെ പേര് വരും. അതേസമയം സിംഹാസനം ചുമക്കുന്ന മലക്കുകൾ അല്ലാഹുവിനോട് പറയും ഇന്നിടത്തിന്നവൻ ഇന്ന് ജീവിക്കുന്നു. ഇത് രണ്ടും തരം പ്രവർത്തനം വിശദീകരിക്കാതെ അറിയാം. ഇത് ഈ പത്രം നിലനിൽക്കോ? ഈ ഭൂമിനെ നിലനിൽക്കില്ലല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ സിംഹാസനം മലക്കുകളോ അവിടെ ഉണ്ടാവും. ഈ ഉമ്മിനൂന ബിൽ ഗൈബ്, അത് ലേശം ബുദ്ധിമുട്ടിയ സംഗതിയാണ് ഈ ഗൈബിൽ വിശ്വസിക്കുക. ഗൈബ് എന്ന് പറഞ്ഞാൽ അൺസീൻ, അദൃശ്യം. അദൃശ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന സഹായം നമ്മൾ കാണുന്നില്ല, വരും എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചത്. സഹായം എത്തുകയും ചെയ്തത്, വിജയിക്കുകയും ചെയ്തത്. അത് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പണം വളരെ വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി പണത്തെ നാം ചെയ്തിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് പണം ക്രയവിക്രയം ചെയ്യുന്ന കാര്യത്തിൽ, വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അല്ലാഹു തആല ഒരുപാട് പറഞ്ഞു. ഹാ അൻതും ഹൗലായി തദഊന ഇദ്ഖുലൂ ഫീ സബീലില്ലാഹ്. ഹേ കൂട്ടരെ, നിങ്ങളെ വിളിക്കണതേ, നിങ്ങൾക്ക് നാം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനാണ്. അപ്പൊ കുറച്ച് ആളുകൾ, നിങ്ങളിൽ കുറെ ആളുകൾ പിശുക്ക് കളിക്കുന്നുണ്ട്. ഒരു കാര്യവും മനസ്സിലാക്കണം. ആരെങ്കിലും പിശുക്ക് കാണിക്കുന്നെങ്കിൽ ആ സ്വന്തത്തോട് തന്നെയാണ് പിശുക്ക് കാണിക്കുന്നത്. കാരണം സ്വർഗം വാങ്ങാനുള്ള പണം കൊണ്ട് സ്വർഗം വാങ്ങാം, അല്ലാഹു കൊടുത്താൽ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ സ്വർഗം വാങ്ങാനുള്ള വിഭവം അതാണ്. വേണോ വേണ്ടേ അവനോട് തീരുമാനിച്ചാൽ. അത് വാങ്ങാതെ പിശുക്ക് കാണിച്ചാൽ അത് അവനോട് തന്നെയുള്ള പിശുക്കാണ് എന്ന് അപ്പോഴത് മനസ്സിലാവുക. എനിക്ക് കുറച്ച് സൗഭാഗ്യങ്ങൾ കിട്ടി, ആ സൗഭാഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം വാങ്ങാം. ആ സ്വർഗം വേണ്ട വിചാരിച്ചിട്ട് ഇവിടെ പിടിച്ചു വെച്ച് പിശുക്ക് കളിച്ചാൽ നഷ്ടപ്പെടാനാണ്. അതിന്റെ എടുത്തു പറയാ, അല്ലാഹ് പരാശ്രയം ആവശ്യമില്ലാത്തവനാണ്. നിങ്ങൾ ദരിദ്രവാസികളാണ്. നമ്മളോട് പറയാം ഞങ്ങൾ ദരിദ്രവാസികൾ. സത്യമല്ലേ? അല്ലാഹു പനി ഇതൊക്കെ പറഞ്ഞു തരുമ്പോ നിങ്ങൾ വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ നിഷ്കാസനം ചെയ്ത് ഈ വിഭവങ്ങളുടെ അനന്തരാവകാശികൾ വേറെ ആളുകളാക്കി നാം മാറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നിന്ന് ഒഴിവാക്കും. സൂറത്ത് മുഹമ്മദിൽ അവസാനത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളെ പോലെ ആവൂല. അതുകൊണ്ട് അത്തരം ആളുകളെ നാം ഇവിടെ കൊണ്ടുവരുമെന്ന് പറയാം. അങ്ങനെ കൊണ്ടുവന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ചരിത്രത്തിൽ. അതിൽ ഏറ്റവും ഹൃദയസ്പർശമായ ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുന്നു. എത്ര എത്ര പൂങ്കാവനങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. നമുക്ക് മനസ്സിലാവും. അവസാനം പറഞ്ഞുതരാം. പക്ഷെ ഓർക്കൊക്കെ ആരെക്കുറിച്ചായി പറഞ്ഞു. എത്ര എത്ര അരുവികളും പൂങ്കാവനങ്ങളുമാണ്, തോട്ടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. അതുപോലെ രമ്യഹർമ്മ്യങ്ങളായ ഉത്തമമായ മന്ദിരങ്ങൾ ആഹ്ലാദകരമായി അവർ അനുഭവിച്ചതെല്ലാം അപ്രകാരമാണ്. അതൊക്കെ നാം അവരെ തള്ളിക്കളഞ്ഞിട്ട്, അവരെ നാശത്തിലേക്ക് തള്ളിവിട്ടിട്ട്
അവർ അനുഭവിച്ചിരുന്ന ആ രമ്യകർമ്മങ്ങളും പൂങ്കാവനങ്ങളും ഒക്കെ നാം മറ്റൊരു ജനതയ്ക്ക് അനന്തരാവകാശമായി നൽകി. ഒരു വളരെ ആ സംഭവം നടക്കുമ്പോ ആകാശവും ഭൂമിയും സാക്ഷിയാണ്. അത് പറയാ സാഹിത്യത്തിൽ ഏറ്റവും അങ്ങേയറ്റത്ത ഒരു രീതി. ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല അന്ന്. അവർക്ക് ഇട കൊടുക്കപ്പെട്ടതുമില്ല. ഒന്ന് തിരിഞ്ഞു നിന്ന് ഒന്ന് തൗബ ചെയ്ത് രക്ഷപ്പെടാൻ പോലും സാധ്യതയില്ല. ഒരു കൂട്ടരും ചെങ്കടലിൽ മുങ്ങിച്ചാവുന്ന ആ രംഗം വിശദീകരിച്ചുകൊണ്ട് റബ്ബുക്കുമുലായ ഞാനാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ് സർവ അധികാരവും സമ്പത്തും എല്ലാം പിടിച്ചു വെച്ചിട്ട് ഈജിപ്തിലെ കിടകിട വിറപ്പിച്ച് ഭരിച്ച ഏറ്റവും വലിയ ചക്രവർത്തി റംസീസ് രണ്ടാമനും കൂട്ടരും കടലിലേക്ക് മുങ്ങിച്ചാവുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകങ്ങളാണ്. എന്തെല്ലാമാണ്! ഈ ലോകത്ത് വലിയ അധികാരമുണ്ടായിരുന്നു. പണത്തിന്റെ സ്രോതസ് അവരുടെ കാൽക്കീഴിലായിരുന്നു. അതൊക്കെ അവർ ആഹ്ലാദകരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവർ പാപങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയത് നഷ്ടപ്പെടുന്ന ഒരു ദിവസം നാം വരുത്തി. അവരാ പാവങ്ങളെ പിന്നാലെ മൂസയുടെയും കൂട്ടരുടെയും പിന്നാലെ പറഞ്ഞു. അവരപ്പുറത്ത് കടന്നു. ഇവർ വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അതൊരു സ്മാരകമാണ്. ഈജിപ്തിലെ മനുഷ്യരുടെ ജഡം ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ്, നിലനിൽക്കുന്ന ഒരു തെളിവാണ്. നിങ്ങളെ ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും അവസരവും വെച്ചുകൊണ്ട് എല്ലാം ഇവിടെ ആഹ്ലാദകരമായി അനുഭവിച്ചാൽ ഇവിടെ വരുന്ന തൽക്കാല വിഷയം മാത്രമല്ല, അതെല്ലാം കൂടെ നശിപ്പിച്ചിട്ട് നാം പുതിയ ആളുകൾ ഇവിടെ കൊണ്ടുവരും. നിങ്ങളെ ഇവിടെ നിഷ്കാസനം ചെയ്യും. ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മനുഷ്യന് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതം നന്നാക്കാനും. ആർക്കെങ്കിലും അതിന് മനസ്സുണ്ടെങ്കിൽ തയ്യാറുണ്ടെങ്കിൽ ഹിദായത്തിനായി അല്ലാഹു തആല കാത്തിരിക്കുന്നു. അവനിലേക്ക് പോകുന്നവർക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ സമ്പൂർണമായി ഹിദായത്തിനെ വെച്ച് ജീവിതം വിജയിക്കുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم اغفر لنا ابو بكر وعمر وعثمان وعلي حمزه والعباس والحسن والحسين وبقيه اصحاب رسول الله اجمعين. قالوا لنا كبرنا ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസം എല്ലാവർക്കും പ്രഥമ നമ്പരാണ്. ഞങ്ങളുടെ മുന്നേ നിലനിൽക്കുന്ന ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗപ്പുണ്ടാവാനാക്കി മറ്റുള്ളവരെ നമ്പരാൻ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെ നമ്പരാൻ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചുകൊണ്ട് നമ്പരാൻ. ഞങ്ങളുടെ സന്താനങ്ങളെ സമ്പത്തുകളെ നന്മ വർദ്ധിപ്പിച്ചു തന്നെ നമ്പരാൻ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ നമ്പരാൻ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിവരാക്കി തന്നെ നമ്പരാൻ. നമ്മുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ നമ്പരാൻ. സാമ്പത്തിക മേഖലയിലെ സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. നാഥായ ഖുർആനെ യഥാവിധം മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് ആശ്വാസത്തിനായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ നമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി സംതൃപ്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. സക്കറാത്തിൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളുടെ വിശാലങ്ങളാക്കണേ നമ്പുരാനെ. മനുഷ്യരിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകശിക്ഷയിൽ ഞങ്ങൾ കാക്കണേ നമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസ് നിന്റെ ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹം വരണേ നമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ മനസ്സുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين.